ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും വിട്ടുപിരിഞ്ഞ നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ ഭാര്യ രേണു സുധി. ഓക്കെ, അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. അതിൽ റീസെൻ്റ്ലി നടക്കുന്നതെല്ലാം ചില കോൺട്രവേഴ്സീസ് ആണ്. അതിനകത്ത് കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ എന്താ പറയുക, ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പാട്ട്, ചാന്തുപൂട്ടിലെ ഒരു സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു സോങ് അത് നന്നായിട്ട് ചെയ്തൊരു വീഡിയോ, അതിന് ഭയങ്കര നെഗറ്റീവ് വന്നു. ആൾക്കാരെന്ത് പറഞ്ഞു, അന്ന് സത്യം പറഞ്ഞാൽ അന്ന് രേണു സുധിക്ക് വേണ്ടിയിട്ടൊക്കെ രംഗത്ത് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. അതിനുശേഷം ഇപ്പോൾ റീസെൻ്റ്ലി ഇവർ വിവാഹം കഴിഞ്ഞു, അതായത് ഒരു ഡോക്ടറുമായിട്ട് ഈ രേണു സുധിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് നടന്നു എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഈ ഫോട്ടോഷൂട്ട് നടത്തിയ ഒരു ഗോപിനാഥ്, സുനിൽ ഗോപിനാഥോ അനിൽ ഗോപിനാഥോ എനിവേ, അദ്ദേഹം അതിന് മുൻകാലത്ത് ഇതുപോലെ വേറൊരു പെൺകുട്ടിയുമായിട്ട് ചേർന്ന് ഇതുപോലെ ആ ഒരു മുഖത്ത് പൊള്ളലേറ്റൊരു പെൺകുട്ടിയായിട്ട് ഇതുപോലെ ഒരു ഫോട്ടോഷൂട്ട് നടന്നിരുന്നു. അതായത് സമൂഹത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരുപാട് പേര് വേദനിക്കുന്ന ആരെങ്കിലുമൊക്കെ നിർത്തിക്കൊണ്ട് ഫോട്ടോഷൂട്ട്, അതും കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് നടത്തുന്നവരുമായിട്ട് ബന്ധപ്പെട്ട്. സോ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് ചാനൽ ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. ഫൈനൽ ന്യൂസ് മലയാളം എന്നുള്ള ചാനലിലേക്ക് ഇത് ഫുൾ വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം, എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന്. ഇതെന്തോ സംഭവം? അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ചോദിച്ചിട്ട് ഒരാൾ കൂടി വിളിച്ചിട്ടില്ല, എന്താണ് റീസൺ? ലാലേട്ടന് കഴിവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡിപ്രഷൻ അടിച്ചു. എനിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രേണു സുധിയും ഡോക്ടർ മനു ഗോപിനാഥനും വിവാഹിതരായോ? ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ചൂട് പിടിച്ച ചർച്ച എന്നുള്ളത്. വിവാഹിതരായോ? ആയിട്ടില്ല. പിന്നെ എന്തായിരുന്നു ആ ഫോട്ടോസ്? അതൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. അതായത് പാങ്ങപ്പാറ, നമ്മുടെ ട്രിവാൻഡ്രത്ത് ശ്രീകാര്യത്തിനടുത്ത് പാങ്ങപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് സിപ്ഷ. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു ഇദ്ദേഹം പറയുന്നു. ഇത് എവിടെയെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ടുള്ള സംഭവമാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊരു അഡ്വർടൈസ്മെന്റിന്റെ എന്തെങ്കിലും സാധനം ഇദ്ദേഹത്തിന്റെ ഫോട്ടോയുടെ അകത്ത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു? ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒന്ന് പോയി നോക്കാം, എന്നിട്ട് അത് കൺഫേം ചെയ്യണമല്ലോ. അത് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിൽ അത് തിരുത്തണമല്ലോ. മനു ഗോപിനാഥൻ രേണു സുധിയുമായിട്ടുള്ള ഈ ഫോട്ടോസൊക്കെ ഇട്ടേക്കുന്നു. ഇവർ വിവാഹിതരായോ? ഈ ഫോട്ടോസ് എല്ലാം ഇട്ടേക്കുന്നു. ഓക്കെ, ഇതിനകത്ത് എവിടെയാണ് ഇവർ ഈ ഒരു പരസ്യം, എവിടെയാണ് പരസ്യം വന്നത്? ഏതാണോ പരസ്യം? എനിവേ, ഫോട്ടോഷൂട്ടുകൾ. ബ്യൂട്ടി ക്ലിനിക് എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്, അവരുടെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അത്. അപ്പം അതിന്റെ ഫോട്ടോസ് പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, ഈ ബ്യൂട്ടി പാർലറിന്റെ പരസ്യം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വെഡിങ് പോലെയുള്ള അവരുടെ മേക്കപ്പ് ആണല്ലോ. അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത്. അത് ഫോട്ടോസ് പുറത്ത് വന്നപ്പോഴത്തേക്കും വിവാഹം കഴിച്ചു എന്നുള്ളൊരു സംഭവം വന്നു. ഫോട്ടോസ് പുറത്തു വന്നപ്പോൾ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത് പബ്ലിക് അല്ല ബ്രോ. ഫോട്ടോസ് പുറത്ത് വിട്ടതും ഫോട്ടോസിലൂടെ വിവാഹം കഴിച്ചതെന്ന് പുറത്ത് വിട്ടത് നിങ്ങളാണ്. അതിൻ്റെ സംഭവമാണ് ഇതാ നടക്കുന്നത്. ഇവർ വിവാഹിതരായോ എന്ന് കൊടുത്തേക്കുന്നത് നിങ്ങളാണ്. ഇതിൻ്റെ ടൈറ്റിലിനകത്തും കൊടുത്തേക്കുന്നതല്ല രാജകുമാരൻ്റെ ജീവിതയാത്ര ഇവിടെ തുടരുന്നു എന്നൊക്കെ പറഞ്ഞ സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്ന നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറിൻ്റെ കൊടുത്തതിനേക്ക് പറഞ്ഞ് വിളിച്ചു ചോദിച്ചില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരൊക്കെ എവിടെയൊക്കെ കല്യാണം കഴിയുന്നു ഇതൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഓക്കെ, വൈറൽ ഫോട്ടോകളുടെ രാജകുമാരൻ, റീൽസുകളുടെ രാജകുമാരൻ ഒരുമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കല്യാണം ഇവർ വിവാഹിതരായെന്ന് പറഞ്ഞിട്ട് കൊടുത്തത് നമ്മളാരുമല്ല, ഈ പബ്ലിക് ആരുമല്ല, നിങ്ങൾ തന്നെയാണ് അത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അടുത്ത വീണ്ടും കള്ളു ഷാപ്പിന്റെ സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ഇന്റർവ്യൂവിന് വരാനുള്ള സമയമായി. ഇനി നോക്കാം. അതെ, ഒന്ന് മാറുമ്പോൾ ഒന്ന് അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. രേണു ചേച്ചിയുടെ എനിക്ക് പറയാനുള്ളത്, വിത്ത് ഓൾ റെസ്പെക്ട്, നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാണുന്ന എല്ലാവരും നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കിക്കൊണ്ടോ മുഴുവൻ ജനങ്ങളെ ഇതാണ് എനിക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. മറ്റുള്ളവരെ നോക്കേണ്ട കാര്യം പോലും ഇല്ല. എങ്കിലും ഇതുപോലെ ചില ചൂഷണങ്ങളെ, നിങ്ങളെ ഒരു ചൂഷണത്തിന് വേണ്ടി വിധേയമാക്കാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കാതിരിക്കുക എന്നുള്ള കാര്യം മിനിമം നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കലാ അഭിരുചി, കലാപ്രവർത്തനങ്ങൾ, നാടകം, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടുകൾ, ഇതുപോലുള്ള ദാസേട്ടനോടൊപ്പമുള്ള നടത്തിയതുപോലുള്ള അതുപോലുള്ള വീഡിയോസ്, ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ ഒരു സഹോദരൻ എന്നുള്ള രീതിക്ക് നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ ലേബലും കൂടെ ഉണ്ടല്ലോ, അതിന് നെഗറ്റീവായിട്ടൊന്നുമല്ല പറഞ്ഞു. മറ്റേ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭാര്യ വന്ന് മൂലയ്ക്കിരിക്കണം എന്നുള്ള സംഭവത്തിനോട് 100% എതിർക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ബാധ്യതയില്ല. ഡോക്ടറിനെ ബാധിക്കുന്നുണ്ടോ? പൊടിക്ക് ബാധിക്കുന്നുണ്ടോ? എന്തിനാണ് പൊടിക്ക് ബാധിക്കുന്നത്? നിങ്ങളല്ലേ പറഞ്ഞ ഫോട്ടോഷൂട്ട് അത് സംഭവം ശരിക്കും പറഞ്ഞാൽ അതൊരു ആഡ് ചെയ്തതാണെന്ന്. പിന്നെ എന്തിനാ ബാധിക്കുന്നത്? അത് മനസ്സിലാവുന്നില്ല. ഞാൻ എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്തത്. ഷൂട്ടിന് മുമ്പ് രേണുവിന്റെ അടുത്ത് പറഞ്ഞു, വേറെ ആളെ വേണമെങ്കിൽ നോക്കിക്കോ, ഞാനിത് ചെയ്യുന്നില്ല എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എന്റെ പ്രശ്നം കൊണ്ടല്ല, എന്റെ ഇമേജ് എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു അവിടെ നോക്കിയത്. അപ്പൊ എന്റെ അടുത്ത് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇമേജോ ഞാനത് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ ഇത് മൂലം വരുന്ന പേരുദോഷവും ചീത്തപ്പേരും ഒന്നും ചില്ലറയല്ല, അത് സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ റെഡിയായിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം
നമ്മളെ തേച്ചൊട്ടിക്കാം, പക്ഷേ ഈ തേച്ചൊട്ടിച്ചെടുത്തുനിന്ന് വടിച്ചെടുക്കുന്ന ഒരു വല്ലാത്തൊരു ലെവലിലോട്ട് നമ്മളെ അങ്ങ് ഒരു തേച്ചൊട്ടിച്ചതും വടിച്ചെടുത്തതൊക്കെ നിങ്ങൾ തന്നെ അല്ലേ സുഹൃത്തെ? നിങ്ങൾ എന്നിട്ട് എന്താണ് ഒന്നും കാണാത്തതുപോലെ ഈ കിടന്ന് വർത്തമാനം പറയുന്നത്? ആരാ തേച്ചൊട്ടിച്ചത്? നിങ്ങൾ ഈ ഫോട്ടോഷൂട്ട് ചെയ്തത് ഒരു പരസ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ പരസ്യമാണെന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഐഡിക്കകത്ത് പോലും അങ്ങനെ സാധനം കാണുന്നില്ല. പിന്നെ ഇതെങ്ങനെ ആൾക്കാർ മനസ്സിലാക്കേണ്ടത്? പോട്ടെ, അതിനുശേഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇതിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട് വിവാഹിതരായോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ കൊടുത്തേക്കുന്ന സാധനത്തിനകത്ത് എവിടെയെങ്കിലും ഒരു ഫോട്ടോഷൂട്ടാണ് ഞങ്ങൾ ഒരു ആഡ് ചെയ്തതാണെന്ന് കൊടുത്തിട്ടുണ്ടോ? അതിനകത്ത് എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുന്നത് റീൽസുകളുടെ രാജകുമാരിയും അതുപോലെ തന്നെ എന്താണ് വൈറൽ ഫോട്ടോകളുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ് ഇതാ ഒന്നിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ കൊടുത്തേക്കുന്നത്. നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങൾ നിങ്ങളോട് ചോദ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ അവരെ കുറ്റം പറയുന്നു. മെന്റൽ ഹറാസ്മെന്റ് ഒക്കെ നമ്മൾ ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴേ നമ്മൾ മനുഷ്യരല്ലേ, ചില ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഒരു കൺട്രോൾ വിട്ടു പോകും. അങ്ങനെ എനിക്ക് തോന്നി. അതിന്റെ ഹാങ് ഓവറിലാണോ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്? എന്തായിരുന്നു ആ പോസ്റ്റിന് പിന്നിലുള്ള ചെയ്ത വികാരം? അത്രയും ഡൗൺ ആയി പോയോ മാനസികമായിട്ട്? അത് 1% അതിലുണ്ട്. എങ്കിലും അതിനേക്കാൾ ഉപരി കുറെ ആളുകൾ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കണം അല്ലെങ്കിൽ തകർന്നിരിക്കുകയാണെന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കമന്റ് ചെയ്യും. ഇദ്ദേഹം തകർന്നിരിക്കണമെന്നും ഇദ്ദേഹത്തിന് മെന്റലി ഡൗൺ ആക്കണമെന്നുള്ള മനഃപൂർവ്വമായിട്ട് ആഗ്രഹിച്ച ആരെങ്കിലും കൊണ്ട് താഴെ കമന്റ് ബോക്സിൽ കമന്റ് എനിക്ക് അറിയണമല്ലോ അത് ആരൊക്കെയാണെന്ന്. അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടാവുമോ ഇദ്ദേഹം മാനസികമായിട്ട് തകർന്ന് ഈ പണ്ടാറടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ പ്ലീസ്, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. പുള്ളി അങ്ങ് പറഞ്ഞു തള്ളുക. സന്തോഷിപ്പിക്കേണ്ടത് അവർക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്. ഈ ഒരു വെഡിങ് ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു, വെഡിങ് ഫോട്ടോഷൂട്ട്. ആ ഫോട്ടോസ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് നമ്മൾ നോർമലി കണ്ടിരിക്കുന്ന ബ്രൈഡ് മാലയൊക്കെ ഇട്ട് നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന്റെ കൂടെയാണ് ആ ക്യാപ്ഷൻസും കൂടെ വന്നത്. അതിന്റെ ആ ഒരു റൈറ്റിംഗ്സ് വന്നപ്പോൾ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ശരിക്കും അതൊരു മിസ്ലീഡിംഗ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അങ്ങനെ തന്നെയല്ലേ എടുക്കുള്ളൂ. ഞാനല്ല ക്യാപ്ഷന്റെ പിന്നിൽ ഇദ്ദേഹമാണ്. ഇവിടെയാണ് എല്ലാത്തിൻ്റെ ഒരു കോർ ഫാക്ടർ ഇപ്പോൾ പുറത്ത് വന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, അവിടെ അവതാരിക ജെറീന വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി ചോദിച്ചത് എന്താണ്? ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് മിസ്ലീഡിങ് ക്യാപ്ഷനും മറ്റുള്ള കാര്യങ്ങളും കൊടുത്തത് ഞങ്ങൾ ശ്രദ്ധിച്ചു, ഞങ്ങൾ പോലും അങ്ങനെ വിശ്വസിച്ചു പോയി, വിവാഹിതരായി എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു കാര്യം കൊടുത്തു? അപ്പോൾ പുള്ളിക്കാരത്തി ഉടനെ തന്നെ പറയുകയാണ്, ആര് നമ്മുടെ രേണുസുതി പറയുകയാണ്, അതിനകത്ത് ഇദ്ദേഹമാണ്, ഞാനല്ല ഉത്തരവാദി. അപ്പോൾ പുള്ളിക്കാരൻ തന്നെയല്ലേ ഉത്തരവാദി? ഇത് തന്നെയാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറയുന്നത്, ഇപ്പോഴും പറയാനും പോകുന്നത്. നോക്കാം, അതിനുള്ള മറുപടി ഞാൻ പറയാം. അതായത് ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഒരു ടീം വർക്കാണ്. ഒരാൾ രണ്ടാൾ അങ്ങനെയുള്ള ഒരു ഇതല്ല, നമ്മുടെ ഒരു ടീം വർക്ക്. അപ്പം ഓരോരുത്തർക്കും അവരുടെ സജഷൻ ഐഡിയാസ് ഒക്കെ ഉണ്ട്. അപ്പം മുൻപ് ഫോട്ടോ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു നമ്മൾ മോഡലിംഗ് ആയിരുന്നു, അതിന്റെ ഫോട്ടോഷൂട്ട് തന്നെ ആയിരുന്നു. പക്ഷേ ഇത് ആർട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്കണക്കിന് പോയി ഒരു ശവപ്പെട്ടി കടയുടെ സംഭവത്തിന് പുള്ളിക്കാരന് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു സംഭവത്തിനെ കുറിച്ച് ചിന്തിക്കുക? മിസ്റ്റർ മാനുവൽ ശവപ്പെട്ടിക്കട എന്നാണ് നമ്മളതിൻ്റെ പേര്. പുള്ളിയുടെ ഫോട്ടോഷൂട്ടാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ? റീൽസുകളുടെ രാജകുമാരൻ എന്നേക്കുമായിട്ട് അങ്ങനെ ഇടുവോ? അല്ല, അറിഞ്ഞൂടാൻ വേണ്ടി ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ചരമക്കോളത്തിൽ വരുന്നത് പോലത്തുള്ള ഒരു ഫോട്ടോ ഒക്കെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അതൊരു വലിയ കമ്പനി ഒന്നുമല്ല, ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ തുടങ്ങി. അപ്പോൾ ഈ ആർട്ട് വേൾഡിന് വേണ്ടിയിട്ട് നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനം ചെയ്യണം എന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഓരോരുത്തരും ഓരോരോ സജഷൻസ് ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും വെച്ചിട്ട് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് തന്നെ ചെയ്ത് തുടങ്ങാം എന്നുള്ളതായിരുന്നു. അതിന് നമ്മൾ ആദ്യമായിട്ട് സമീപിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ആണ് രേണുവിനെ വിളിക്കുന്നത്, രേണുവിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും രേണുവിനെ അല്ല ആദ്യം നമ്മൾ സമീപിച്ചത്. അന്ന് സ്റ്റാർ മാജിക്കിൽ നല്ല റീച്ചിൽ നിന്ന അനുമോളെയാണ്. അന്ന് അനുവിനോട് ജസ്റ്റ് മിസ് അനുമോള് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ രേണു ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. പല വഴിക്ക് പേരുദോഷം കേട്ടോണ്ടിരിക്കുന്ന ഒരു കുട്ടി പക്ഷേ ഭയങ്കര ബോൾഡായിട്ട് വന്നൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിയിലേക്ക് പല വഴിക്ക് കൂടെ പേരുദോഷം കേട്ടുകൊണ്ട് നിൽക്കുന്ന കുട്ടി? പുള്ളിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പുള്ളി എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് ആൾക്കാർ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം. സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് പല വഴിയുടെ പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. അവരവരുടെ ആഗ്രഹങ്ങളുടെ പുറകെ നടക്കുന്നു അവർ പറയുന്നു, ഇദ്ദേഹം പറയുന്നത് പേരുദോഷം കേട്ടുകൊണ്ടിരിക്കണമെന്ന് പറയുന്നു. ഒരേ സമയത്ത് ആ ഇരുത്തിരിക്കുന്ന സ്ത്രീയെ അധിക്ഷേപിക്കുന്ന ഒരു കാര്യം പോലും പറയുന്നത്, പക്ഷെ അത് അവർക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നില്ല. മനസ്സിലായ? പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ. അതാണ് പുള്ളിക്കാരൻ കൊടുക്കുന്ന ടാഗ്ലൈൻ ആ സ്ത്രീക്ക്, അഥവാ രേണുസുതിക്ക്. കൂടാന്നുള്ള ഒരു സംഭവം വന്നു. രേണുവിനോട് ചോദിച്ചപ്പം സമ്മതിക്കത്തില്ല എന്ന് കരുതിയിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ചോദിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ സ്പോട്ടിൽ ഓക്കെ എന്നാണ് ആൻസർ വന്നത്. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഫർദർ പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോയി. പിന്നെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രേണു ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ലാഗ് ആയി പോയത്. ഇല്ലെങ്കിൽ ഇതിന് മുമ്പേ തന്നെ ഇത് വരേണ്ടതാണ്. ചേച്ചിനെ ഡോക്ടറെ സമീപിക്കുമ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു? ഓക്കെ, ബ്രൈഡൽ ഫോട്ടോഷൂട്ടാണ്, അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എൻ്റെ കല്യാണം? അല്ല, ഇതിനകത്ത് അവതാരക ചോദിച്ച ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരത്തി ചോദിച്ച ചോദ്യം എന്താ? നിങ്ങളെ മിസ്ലീഡ് ചെയ്താണോ ഈ സംഭവം ഇട്ടെന്നുള്ളതാണ്. എന്നിട്ട് എവിടെ പോയി എത്തി? ഇതിനകത്ത് എവിടെയെങ്കിലും ആ ഒരു കാര്യത്തിന് ആൻസർ ചെയ്തോ? നിങ്ങൾ കൊടുത്ത ടൈറ്റിൽ ഉദ്ദേശം എന്തായിരുന്നു? ആ ഒരു സംഭവത്തിന് മറുപടി കൊടുത്തിട്ടില്ല. ആ പുള്ളി വേറെ കൂടെ പറഞ്ഞു പോയി നിർത്തി. ആൾക്കാർക്ക് ഒരു 50% ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ്, 50% നമുക്ക് കൂടെ ഉണ്ട് കേട്ടോ.
സോ എന്തായാലും നെഗറ്റീവ് കേൾക്കും, നെഗറ്റീവ് അല്ലായിരിക്കും കേൾക്കുന്നത്. ഞാനും ദാസേട്ടനും കേൾക്കുന്ന കണ്ടില്ലേ, ഞാൻ ചോദിച്ചു ചോദിച്ചു നോക്കല്ലേ, കേൾക്കുന്ന കണ്ടില്ലേ, ഇതിലപ്പുറം കേൾക്കേണ്ടി വരും. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സാർ ഓക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഓക്കെയാണ്. രേണുസുതിയുടെ തെറ്റായ ധാരണയാണ്. ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്തത് കൊണ്ടോ അത് തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നോ? അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ വല്ലതൊക്കെ പറഞ്ഞെന്ന് വരാം. തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ള ഇൻറ്റൻഷനോടുകൂടി ഒരു കാര്യം ചെയ്യുന്നിടത്താണ് പ്രശ്നം. തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ഒരു ഫോട്ടോഷൂട്ട് മാത്രമാണ്, എത്രയോ ഫോട്ടോഷൂട്ട് നടക്കുന്നു. സിനിമയ്ക്കകത്ത് നടൻ മറ്റേ നടിയെ വിവാഹം കഴിക്കുന്നു. റിയൽ മാരേജ് അല്ല, നമുക്കെല്ലാവർക്കും അറിയാം, അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയാം. ഇവിടെ ഈ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്ന ഏതെങ്കിലും ഒരു ഈ ഒരു പറയുന്ന പർട്ടിക്കുലർ ഒരു സംഭവത്തിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ആണെന്നുള്ള കാര്യം നിങ്ങൾ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇവർ വിവാഹിതരായോ എന്നുള്ള ടാഗ് ലൈൻ മാത്രമാണ് പ്രചരിക്കപ്പെട്ടത്. അതായത് ആ ഫോട്ടോ പ്രചരിക്കപ്പെടണം, ആ ഫോട്ടോ വൈറലാവണം, ആ ഫോട്ടോയിൽ കൂടെ കുറേ അധികം ആൾക്കാർ അധിക്ഷേപ കമൻറ്റുകളുമായിട്ട് വരണം എന്നുള്ള ഇൻറ്റൻഷനലി പർപ്പസ്ഫുള്ളി ചെയ്തൊരു സാധനമാണ് ആ സാധനം. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ഉള്ളൊരു ഒരു ആഡിൻ്റെ ഇത് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആഡിൻ്റെ സംഭവങ്ങളൊക്കെ അത് എവിടെയെങ്കിലും കാണണ്ടേ? അപ്പോൾ ആൾക്കാരെ ഇപ്പം രേണുസുതി പറയുന്ന ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ 50% ആൾക്കാർ കൂടെ ഉണ്ട്, 50% ആൾക്കാർ വെറുക്കുന്നു എന്ന് പറയുന്നില്ലേ? വെറുപ്പല്ല, അവർ ഈ 50% ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ആ 50% ബാക്കി നിങ്ങളെ ഈ എതിർക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ 50% നമ്മുടെ കൊല്ലം സുധി എന്നുള്ള അനശ്വരനായ ആ കലാകാരനെ സ്നേഹിക്കുന്നവരാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അതൃപ്തി തോന്നുന്നെങ്കിൽ അത് നിങ്ങളെ മോശമാക്കുന്ന, അനാവശ്യമായിട്ട് അധിക്ഷേപിക്കുന്ന കാര്യത്തിന് ഞാൻ യോജിക്കത്തില്ല. പക്ഷേ ഇവിടെ പർപ്പസ്ഫുള്ളി ഈ പുള്ളിക്കാരൻ ഇൻറ്റൻഷനലി ചെയ്തൊരു കാര്യമാണ് ഈ ഒരു സംഭവം എന്നുള്ളത് വ്യക്തമാണ്. അതിനകത്ത് നിങ്ങൾ ചെന്ന് കയറി കൊടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പുള്ളിക്കാരെ കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ള കാര്യം കറക്റ്റാണ്. അപ്പം നിങ്ങൾ പൂർണ്ണമായി സമ്മതിച്ചിട്ടാണ് ഈ അധിക്ഷേപം വരുമെന്നുള്ള കാര്യം പൂർണ്ണമായി ഉറപ്പിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഈ ഒരു കാര്യത്തിനകത്ത് തെറ്റുകാരാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പുള്ളി ഇതിനകത്ത് ഈ ഒരു സംഭവം പുള്ളി ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ചെയ്തത്. സൂസൻ്റെ കാര്യം പറയുന്നുണ്ട്, രേണു തന്നെ പറയുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഈ എന്നെ വെച്ച് ചെയ്യുമ്പോഴും ഇത് ഇത്രയും നെഗറ്റീവ് വരും എന്നുള്ളൊരു കാര്യം രേണുവിനും ബോധമുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് അതിന് ശേഷവും ആ ഒരു ആഡിൻ്റെ കാര്യത്തിനെ പ്രൊമോഷനായിട്ട് കാണിക്കുന്നില്ല. പകരം ഈ ഒരു ഫോട്ടോയെ മാത്രം ഇത് ചെയ്ത് അതിനകത്ത് തന്നെ വിവാഹിതരായോ എന്നുള്ള കാര്യം ആ ഒരു പർട്ടിക്കുലർ പ്രൊഫൈലിനകത്ത് നിങ്ങളൊക്കെ തന്നെയാണ് പ്രചരിപ്പിച്ചത്. അപ്പോൾ പിന്നെ ജനങ്ങൾ എന്തിനാണ് കുറ്റം പറയുന്നത്? ജനങ്ങളാണോ അവിടെ കുറ്റക്കാർ? ഇനി ഇതിനപ്പുറം ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത് ഈ നെഗറ്റീവ് ആൾക്കാരെയാണ് ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലുണ്ടല്ലോ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർ നിർത്തുന്നു. പക്ഷെ അതല്ല സംഭവം. പക്ഷേ ഇതിന് വലിയ താങ്ക്സ് പറയേണ്ട വേറെ കുറച്ച് ആളുകളുണ്ട്. അല്ല, പ്രവർത്തിച്ചെന്നുള്ളതല്ല, നമുക്ക് പണി തന്ന കുറച്ച് ആളുകളുണ്ട്. നമുക്ക് മൈൻഡിയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പുള്ളിക്കാരൻ്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരെ പബ്ലിക് എന്താണോ അഡ്രസ്സ് ചെയ്തതെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാതെ അവർ പ്രചരിപ്പിക്കപ്പെട്ട മിസ്ലീഡിംഗ് ആയിട്ട് പ്രചരിപ്പിച്ച ആ ഒരു കാര്യത്തിലൊന്നും ഒന്നും തൊടാതെ പുള്ളി ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കറങ്ങി ഒരു അയ്യോ പാവം, ഞാൻ വെറും പാവമാണേ, നിങ്ങൾ വെറും ഒരു കോണ്ടന്റ് മാത്രമാണേ ചെയ്തത്, ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്. ആർക്കാ പ്രശ്നം? രേണുസുതി ഒരു നല്ലൊരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് നിങ്ങൾ ആരും നഗ്നരായിട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയാണെങ്കിൽ പോലും എന്താ പ്രശ്നം? അതൊന്നും അല്ല അവിടുത്തെ വിഷയം. നിങ്ങൾ തന്നെ ഒരു സാധനം എടുത്തിട്ട് പബ്ലിക് ഇങ്ങനെ പറയുന്നേ എന്ന് പറയുന്ന കാരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെന്നുള്ളതാണ് എൻ്റെ മെയിൻ ഒരു സംഭവം. നിങ്ങൾ തന്നെയാണ് ആ ഒരു സംഭവം തുറന്നു വിട്ടത്. മറ്റേ ഈ വൈറസിനെ തുറന്നു വിട്ടിട്ട് അയ്യോ ഞങ്ങൾക്ക് പനി വന്നേ, ഞങ്ങൾക്ക് അസുഖം വരുന്നത്, ഇതെങ്ങനെ വന്നേന്ന് കാര്യം സ്വന്തമായിട്ട് ചെയ്തിട്ട് പറയുന്നത് പോലെ. തൊപ്പിക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജ്, അതിൽ നിന്ന് നമ്മുടെ ഫോട്ടോസ് ഇട്ടിട്ട് ഒരു കൊളാബ് വന്നു. നമ്മൾ സാധാരണ FB-യിലാണെങ്കിൽ അതിന്റെ ക്യാപ്ഷൻസ് മോളിൽ കാണാൻ പറ്റും. ഇൻസ്റ്റയിൽ താഴെ ആയതുകൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് കാണുന്നവർ നെഗറ്റീവ് കമന്റ്സ് എല്ലാം എടുത്ത് അയച്ചിരുന്നത് വായിച്ച് തന്നെ തളർന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണോ അതോ കമന്റ് ബോക്സ് ഓഫ് ചെയ്യണോ? പക്ഷേ അയ്യോ ഇത്രയും ഒക്കെ എന്താണ് ഇതൊന്നും താങ്ങാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു പാവപ്പെട്ടൊരു മനുഷ്യനാണിതെന്നും വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. ഇത്രയും നെഗറ്റിവിറ്റി വരുന്നത് അത് ഭയങ്കരമായിട്ട് വരുന്നൊരു പാവം മനുഷ്യനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായിരുന്നാലും വീണ്ടും ഞാൻ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നില്ല. അതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ആ ക്യാപ്ഷൻ തിരുത്താം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മാത്രം ഐഡിയ അല്ല, നമ്മുടെ ഒരു ടീം വർക്ക് ആകുമ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു ഐഡിയ ആ പുള്ളിക്കാരത്തി വീണ്ടും സമ്മതിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി ഇതിനകത്ത് പുള്ളിക്കാരത്തി വന്ന് ചേരുകയായിരുന്നു. ഓക്കെ, രേണു സുധി ഇനി മുതൽ രേണു മനു ഒരു 4 ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കുന്ന ഈ ഇമോജി ഞാനാണ് ഇട്ടതെന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെയും ഒരു പ്രശ്നം. ഇത് ഈ തൊപ്പിക്കാരൻ എന്ന് പറഞ്ഞ ആളുടെ സുനിൽ എന്നെന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഞാൻ അതിൽ നോക്കുമ്പോൾ സുനിൽ. പിന്നെ നമ്മുടെ ഈ പ്രൊഫൈലിലേക്ക് ടാഗ് ചെയ്തിടുന്ന സാധനത്തിൻ്റെ അകത്തുള്ള സാധനം വായിക്കാനും നോക്കാനും എഴുതാനും പറയാതെ നമ്മൾ ആ സാധനത്തിന് ഉടനെ തന്നെ കുത്തി നമ്മുടെ ഇൻസ്റ്റൈൽ പ്രൊഫൈലിൽ അങ്ങ് വരുമല്ലോ. റിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ടാഗ് ചെയ്തിടുന്ന സമയത്ത് റിവ്യൂ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ നേരെ വരും, അല്ലെങ്കിൽ നമ്മൾ റിവ്യൂ കൊടുത്തിട്ട് അത് ഓൺ ആവും. അപ്പോൾ അങ്ങനെ ഇടുന്ന സാധനത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വേറെ ആൾക്കാരൊക്കെ ചെയ്തതാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. സ്വന്തം പേജിൽ സ്വന്തം പ്രൊഫൈലിൽ രേണുവിൻ്റെ പ്രൊഫൈലൊക്കെ വന്ന സാധനമാണ്. മൾട്ടിപ്പിൾ ടാഗ് വന്നു, കൊളാബറേഷൻസ്. അപ്പോൾ ആ കൊളാബ് ചെയ്തതിൻ്റെ അകത്ത് ഈ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാം, അതിന് എഡിറ്റ് ചെയ്യാം, ഒക്കെ പരിപാടി ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റും. അതൊന്നും ചെയ്യാതെ വന്നിരുന്നിട്ട് ഇപ്പോൾ
പറയുക. അതാണ് സുനിൽ കെ സുധീറോ അങ്ങനെ എന്തോ പേര് എക്സാക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അതാണ് ആ അക്കൗണ്ട്. പുള്ളി എന്നെ കൊളാബ് ചെയ്തിട്ടുണ്ട്, രേണുവിനെ കൊളാബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, അത് സത്യമാണ്. പക്ഷേ നമ്മുടെ ഫോട്ടോസ് ഇട്ട് നമ്മളോട് കൊളാബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു നെഗറ്റീവ് വരത്തില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലേ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ അടിയിലെ ക്യാപ്ഷൻ ഉദ്ദേശം ഏതോ ഒരു സംഭവത്തിന്റെ പ്രൊമോഷൻ, എഴുതിയിരിക്കുന്നത് ഇവർ വിവാഹിതരായോ എന്നിട്ട് ആൾക്കാർക്ക് തെറി, ആൾക്കാരുടെ കുറ്റക്കാരൻ. ഇങ്ങനെ നാണമില്ലേ രേണു സുധി ഇനി മുതൽ രേണു മനു എന്ന് എഴുതാൻ എന്ത് ധൈര്യമാണ് ഇങ്ങനെ കൊള്ളാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര, അതായത് ആ ക്യാപ്ഷനെ പിടിച്ചിട്ട്. അപ്പം നമ്മുടെ ടീമിൽ ഡിസ്കഷൻ നടക്കുമല്ലോ. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഞാൻ എഴുതി പോലും ഇടാത്ത സാധനങ്ങളെ കുറിച്ചിട്ടാണ് ഈ പല ആളുകളും കമന്റ് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഇതൊന്നും ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരു ഉളുപ്പ് വേണം കേട്ടോ ഇച്ചിരി. കാരണം നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ അകത്ത് കിടക്കുന്നതിനെ കുറിച്ച് മാത്രമേ ഇവിടെ ഞാനാണെങ്കിലും മറ്റുള്ള റിയാക്ഷൻ ചാനൽസ് ആണെങ്കിലും ഒക്കെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ കൊടുത്ത സാധനമാണ്, അല്ല നിങ്ങളുടെ ആ പ്രൊഫൈലിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനത്തിനെ കുറിച്ച് ഇവിടെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾ അവിടെ ടൈറ്റിലും മറ്റേ ഒരു ഫോട്ടോയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന വിവാഹിതരായെന്നും രാജകുമാരൻ വിവാഹിതരായി ഒന്നായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതി വിട്ട സാധനത്തിന് നിങ്ങളത് അപ്രൂവ് ചെയ്ത് നിങ്ങൾ അതിനകത്ത് കിടന്നതിനെ നമ്മളാണോ കുറ്റക്കാർ? പബ്ലിക്കാണോ കുറ്റക്കാർ? ഇതിനെ മറ്റേ കണ്ടവരാണോ കുറ്റക്കാർ? ആയോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അത് ഓൾറെഡി ഐ ഡിക്ലെയർ ചെയ്തതെന്നാണ് അനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓ സോ ഇവർ ഓക്കെ വിവാഹിതരായ എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഇവർ രണ്ടുപേരും മറ്റേ വേറെ എന്തെങ്കിലും സാധനമാണ് എഴുതിയിരുന്നെങ്കിൽ എന്തായിരുന്നു അതിന്റെ അവസ്ഥ? നിങ്ങൾ തിരുത്തൂലായിരുന്നോ? ആണ് ശരിക്കും അത് ചെയ്തു തരുന്നത്. ഞാൻ അതിന്റെ പേജിൽ ഇട്ടെന്നുള്ളത് സത്യമാണ്. അത് എന്താണ് വിവാഹിതരായോ ഇല്ലേ എന്നുള്ളൊരു ഈ ഇവർ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഈ സാധനം, അതായത് രേണു സുധീനി മുതൽ രേണു മനു എന്നുള്ളത് ഞാനാണ് എഴുതിയത് അങ്ങനെ ഒരു. പക്ഷേ ശരിക്കും സംഭവം ഇത് ഈ സുനിൽ എന്ന് പറയുന്ന ഈ തൊപ്പിക്കാരൻ. പിന്നെ എനിക്ക് വേണമെങ്കിൽ അതിന് റിമൂവ് ചെയ്യാം, ഞാൻ പറഞ്ഞില്ല ഇട്ട ക്യാപ്ഷനും ഇതൊക്കെ റിമൂവ് ചെയ്യാം. പക്ഷേ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നാളെ ക്ലാരിഫിക്കേഷൻ പറയാൻ പറ്റുള്ളൂ. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്ര വലിയ ക്ലാരിഫിക്കേഷൻ അതിൽ കൊടുക്കും. അതായത് സ്വന്തമായിട്ട് മറ്റേ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി അപ്പിയിട്ട് വെച്ചിട്ട് ആ സാധനം ഇരുന്ന് നാറിയപ്പോൾ സ്വന്തമായിട്ട് കഴുകിക്കളയും. മനസ്സിലാവുന്നുണ്ടോ? അതായത് സ്വന്തമായിട്ട് ഇട്ടു, ആ ഇട്ട സാധനം നാറി തുടങ്ങിയതിന് ശേഷം സ്വന്തമായിട്ട് വന്നിരുന്ന് ന്യായീകരിക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ പിന്നീട് വന്ന് ആൾക്കാരോട് പറയണം. അതിന് ഞാൻ മുൻകൂട്ടിയായിട്ട് ആൾക്കാർ നാളെ പറയാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് സാധനമൊക്കെ എഴുതിയിട്ടിട്ട് ആൾക്കാർ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വന്ന് ന്യായീകരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ പറയാതിരിക്കുന്നത്? ഇത് ഇത്രയൊക്കെ തന്നെ മതി, നമുക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. ബാക്കി ഇടയ്ക്കൊന്നും ഞാൻ ഈ ഒരു പ്രോജക്ട് സക്സസ് ആക്കുക എന്നുള്ളത് എന്റെ ടീം, ഞാൻ പറഞ്ഞില്ല വിഷ്ണുവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണു അങ്ങനെ ഇട്ടതിൽ എനിക്ക് വിഷ്ണുവിനോട് യാതൊരു എതിർപ്പില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഞാൻ പറഞ്ഞില്ല തൊപ്പിക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജിന്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തോട് എനിക്ക് യാതൊരു എതിർപ്പില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ട് ശരി ഒരു പല അഡ്വർടൈസ്മെന്റ് ഇവിടെ വരുന്നു, കൂട്ടത്തിൽ ഇത് ഒരു അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കേണ്ട ഒരു സാധനം ഇവരൊക്കെ സപ്പോർട്ട് മതി എണ്ണാ വഴി ചെയ്ത് മതി നിങ്ങൾ ചെയ്തു. നിങ്ങൾ നന്നായിട്ട് അതിനകത്ത് അവർക്ക് ആ ഒരു ഫെയിം ഉള്ളതിനെ യൂസ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ദുഷ്പേര് കേട്ട് നിൽക്കുന്ന ഒരു ലേഡിയൊക്കെ ആണെന്നൊക്കെ ഉള്ള രീതിയിൽ വർത്തമാനം പറഞ്ഞു. എല്ലാ തരത്തിലാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ സൈക്കോളജിസ്റ്റ് എന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ അതോ സാധാരണ സൈക്കോളജി ഡിപ്ലോമ കോഴ്സ് പഠിച്ചതാണോ ഒന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും നിങ്ങൾ ഒരു ഹ്യൂമൻ സൈക്കോളജി പഠിച്ച ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് സാമൂഹികമായിട്ട് മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. സോഷ്യൽ മീഡിയക്കകത്ത് വൈറലാവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സ്വന്തം ഐഡിക്കകത്ത് തന്നെ നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത് കാണാം. അതൊന്നും തെറ്റൊന്നുമല്ല കേട്ടോ. അത് ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അതിന് മോശമായിട്ട് വിരുദ്ധമായിട്ടുള്ള കാര്യമൊന്നും അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഇതും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഈ സെലക്ഷൻ്റെ അകത്ത് നിങ്ങളുടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഈ സാധനം ആ ഒരു പർട്ടിക്കുലർ ഫോട്ടോ വൈറലാവണം, അതിലൂടെ നിങ്ങൾ വൈറലാവണം. അതിനുശേഷം ഇതുവരെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന രീതിയിലേക്കുള്ളൊരു വിവാദം ഉണ്ടാവണം. ആ വിവാദത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ ആയി, നിങ്ങൾ ഇൻ്റർവ്യൂവിൽ വന്ന് സംസാരിക്കുന്നു. ഇനി കുറേ അധികം ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിനകത്തൊക്കെ പറയും, അയ്യോ ഞങ്ങളങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, വേറെ തൊപ്പിക്കാരൻ അവരിന്ന് എഴുതിയിട്ടതാണ്, ഞാൻ കൊളാബ് അക്സെപ്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ രേണു സുധി പറയും, ഞാനും ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാത്രമാണ്, ഇദ്ദേഹമാണ് എനിക്ക് അയച്ചെന്ന് പറഞ്ഞ് ഞാനൊന്നും നോക്കാം, ഞാനും അങ്ങ് അക്സെപ്റ്റ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറി തിരിഞ്ഞൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. രേണു സുധിയെ സത്യം പറഞ്ഞാൽ ഞാൻ പല ആൾക്കാരും ഇവരെ പിടിച്ച് ഏറിൽ കയറ്റുന്ന സമയത്തും ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സൈഡിൽ നിന്ന് മാത്രം സംസാരിച്ച ഒരാളാണ്. പക്ഷെ സത്യം അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു വീഡിയോയ്ക്കകത്ത് പോലും അവരിതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടോ മനസ്സിലാക്കാതെയോ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നിന്ന് കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് ഒരാൾ മറ്റൊരാൾക്കാർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്കാർ അതിനെ തെറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനിപ്പോൾ ആരുടെ ഭാര്യയാണെങ്കിലും ആരുടെ വിധവയാണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവരുടെ ലൈഫിനകത്ത് എന്താണ് ഒരു ബോൾഡ് ആയിരിക്കണമെന്നൊക്കെ കരുതിയിട്ടാണ് നമ്മുടെ അന്ന് മറ്റേ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇന്നും ആ വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോയി നോക്ക്. ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ആ ഒരു പാട്ട് മറ്റേതുണ്ടല്ലോ, ചാന്ത് കൂടഞ്ഞൊരു സൂര്യന്മാനത്ത്, ആ പാട്ടിൻ്റെ ആ ഒരു പുള്ളിക്കാരൻ ചെയ്ത ആ വീഡിയോ താഴെ നോക്കി എൻ്റെ കമൻറ്റ് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഈ രേണു സുധിയും ദാസോട്ടൻ കോഴിക്കോടും
നൂറുകണക്കിന് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ലതും തെറിയുമായിട്ടൊക്കെ. ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് തെറി വിളിയാനകത്ത് കുറേ കിട്ടി. എൻ്റെ വീട്ടുകാരെ, എൻ്റെ ഭാര്യയെ, എൻ്റെ അമ്മയെ, എൻ്റെ കുടുംബത്തിനെ മൊത്തം വിളിച്ച് പൂരത്തെറിയാണ് വിളിച്ചിരുന്നത്. ഞാൻ പറഞ്ഞെന്താ ഇനിയിപ്പോൾ വരും ആൾക്കാർ സുധിയുടെ ഭാര്യ കണ്ടില്ലേ ഇങ്ങനെ അഴിഞ്ഞാടി കിടക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവരെ പറയുമെന്നുള്ള കമൻറ്റാണ് ഞാൻ ഇട്ടത്. അതിന് എനിക്കിട്ട് പൂരത്തെറിയ വിളിയെ കിട്ടിയത്. പക്ഷേ ഈ ഒരു കാര്യം കണ്ടിട്ട് ഞാനിത് ഇവർ തന്നെ ചെയ്തു വച്ചേക്കുന്ന കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന സമയത്തും വന്നിരുന്ന് അങ്ങേര് മെഴുകുക. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കൊള്ളാം മനു ഗോപിനാഥ് അണ്ണ, രേണു സുധി രണ്ടുപേർക്കും നല്ലതോട്ടെ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.